ഒരു ദിവസം ഒരു രാജാവും മന്ത്രിയും കൂടെ കാട്ടിലൂടെ നടക്കുമായിരുന്നു. പെട്ടെന്ന് രാജാവിന് ഒരു അപകടം സംഭവിക്കുകയുണ്ടായി. അദ്ദേഹം വീണ് പരിക്കേൽക്കുകയും കയ്യിലും കാലിലും ഒക്കെ ചോര ഒലിച്ചു വരികയാണ്. അദ്ദേഹം വേദന കൊണ്ട് കരയുകയാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജൻ, എന്തോ വലുത് വരാനിരുന്നത് ഇങ്ങനെ പോയതാണെന്ന് രാജൻ കരുതിയാൽ മതി. ഇത് കേട്ടപാടെ രാജാവിന് വളരെ ദേഷ്യം തോന്നി. കാരണം താൻ ഇത്രയും വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഇങ്ങനെയാണോ പറയുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അദ്ദേഹം അടുത്തുള്ള ഒരു കിണറ്റിലേക്ക് ഈ മന്ത്രിയെ വലിച്ചെറിയുന്നു. എന്നിട്ട് അദ്ദേഹം യാത്ര തുടർന്നു. വഴിയിൽ കുറേ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികളായിട്ടുള്ള ആൾക്കാർ വന്ന് ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടുകയാണ്. ഞങ്ങളുടെ മൂർത്തിക്ക് ബലി അർപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വലിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് ഈ രാജാവിൻ്റെ കയ്യിലെ മുറിവ് അവർ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അവർ വെറുതെ വിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, മൂർത്തിക്ക് പരിക്കേറ്റ ആൾക്കാരെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുന്നത് എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ മന്ത്രി പറഞ്ഞ വാക്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. എന്തോ നല്ലത് വരാൻ വേണ്ടിയിട്ട്, അങ്ങനെ പരിക്കേറ്റത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ കൊല്ലാതിരുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി ഓടി ആ കിണറ്റിൻ്റെ അരികിലെത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ അതിൽ നിന്നും വലിച്ചെടുത്തു. എന്നിട്ട് നന്ദി പറയുകയാണ്, നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടതെന്ന്. അപ്പോൾ മന്ത്രി പറയുകയാണ്, എന്നോട് നന്ദി പറയേണ്ട ആവശ്യമേ ഇല്ല. ഈ യാത്രയിൽ ഞാനും രാജാവും കൂടെയാണ് സഞ്ചരിക്കേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരെയും അവർ കണ്ടിരുന്നെങ്കിൽ താങ്കൾക്ക് പരിക്കേൽ ഉള്ളതുകൊണ്ട് താങ്കളെ ഒന്നും ചെയ്യത്തില്ല. കൂടെ ഉണ്ടായിരുന്ന എന്നെ അവർ ബലിയർപ്പിക്കുമായിരുന്നു. പക്ഷേ താങ്കൾ എന്നെ ഈ കിണറ്റിലേക്ക് തള്ളിയിട്ടത് കൊണ്ടാണ് ഞാനും അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. സത്യമാണല്ലേ? ഇതാണ് നമ്മൾക്ക് വേറെന്തോ വലുത് വരാൻ ഉള്ളതാണ് ദൈവം നമുക്ക് ഓരോ തടസ്സങ്ങളായിട്ട് നമ്മുടെ വഴിയിൽ നമ്മളുടെ ഒരു വീഴ്ചയിലൂടെയോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്കും ഒരു തടസ്സം പോലെ നിൽക്കുന്നത്, നമുക്ക് വലുതെന്തോ വരാനുള്ളതിനെ ദൈവം തടഞ്ഞ് നമുക്ക് ഈ രൂപത്തിൽ തരുന്നതാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുക. അല്ലാതെ നമ്മൾക്ക് ഉണ്ടായ ഒരു കാര്യത്തെ ഓർത്തങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുക. നമ്മൾക്ക് ദൈവം എന്തോ നല്ലത് തരാൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളാണെന്ന് കരുതി പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതാണ്.